ഹലോ എല്ലാവർക്കും ഒരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസംബർ 24 പള്ളിയിൽ പോകാൻ പോവാണ്. നമ്മളിന്ന് പോകുന്ന പള്ളി ഞാൻ അവിടെ ചെന്നിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യുക. നമ്മുടെ കൂടെ ഈ വണ്ടിയിൽ മുസ്തുണ്ട്, ദിലുവുണ്ട്, മുത്തുണ്ട്, പിന്നെ ഷാരോണുണ്ട്. അബൂക്ക ആൻഡ് ഫാമിലി അവന്മാരെല്ലാം അവിടെ വേറെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് എത്തിയേക്കുന്നത് റാസൽ കൈമയിലെ സെൻറ്റ് ആൻ്റണീസ് പാതുവ ചേർച്ചിലാണ്. ഈ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നവരോ അല്ലെങ്കിൽ ഈ പള്ളിയിൽ വന്നവരെല്ലാം കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ പയ്യെ പള്ളിയിലേക്ക് കയറാൻ പോവാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നല്ല തിരക്കുണ്ട്. കാരണം ഈ തൊട്ട് മുമ്പ് ഇപ്പോൾ ഒരു കുർബാന കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി വരുന്നു. പിന്നെ അടുത്തൊരു മലയാളം കുർബാനയുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളിപ്പം പയ്യെ നടന്നിട്ട് പള്ളി ഒന്ന് ചുറ്റിക്കണ്ട്. നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് പള്ളി കണ്ടിട്ടില്ല. നമ്മൾ ഇപ്പം 3ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു ഈ പള്ളിയിൽ തന്നെ വരുന്നത്. അപ്പം നമുക്കൊന്ന് പള്ളി ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. St. Andrews Padua Church, we wish you a happy Christmas. Jesus is proudly present to you. മനോഹരമായ ഗിഫ്റ്റുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇന്നേ ദിവസം ഓർക്കുവാനായി ഞങ്ങൾ ഓരോരുത്തരും ഇത് ബമ്പർ പ്രൈസ് ആയത് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ, ബമ്പർ പ്രൈസാ. പോട്ടെ, അന്ന് അവർക്ക് വിലയിലും കളഞ്ഞിട്ട് ഒട്ടിച്ചൂടെ എന്തെങ്കിലും സങ്കടപ്പെടുത്താനായിട്ട്. അയ്യോ ചതി. ഇനി നമുക്ക് ഇവിടുത്തെ പ്രെയർ ഗ്രൂപ്പ്സിൻ്റെ പല പല തരത്തിലുള്ള പുൽക്കൂടുകൾ കാണാൻ പോകും. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുറേ പുൽക്കൂടൊക്കെ കാണും നല്ല ഭംഗിയായിട്ടൊക്കെ. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറേ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മൾ അത്രയും റെഗുലറായിട്ട് പോകാറില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കിനി കുറേ വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂട് കാണാം. ഒക്കെ പിന്നെ കവർ ചെയ്ത പിന്നെ രസം ഉണ്ടായിരുന്നു. ഈ ഒരെണ്ണം ഇതാണ് ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
നമ്മളങ്ങനെ കുർബാനയൊക്കെ കൂടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. പള്ളിയുടെ ഉൾവശത്തെ വീഡിയോ എടുക്കാനായിട്ട് മീൻസ് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം പള്ളിയുടെ ഉള്ളിൽ. അതുകൊണ്ട് ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല. ഇനി നമ്മൾ പയ്യെ പള്ളിയുടെ ചുറ്റും കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഇത്രയും നടക്കാനൊന്നും തോന്നിയില്ല. അന്ന് നല്ല തിരക്കായതുകൊണ്ട് കുർബാന കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കുറേ ട്രീയും അങ്ങനെ കുറേ അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്മസ് സാന്താക്ലോസിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഫേസ് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് പോവാം. ഈ പ്രാവശ്യം നമ്മളിങ്ങനെ നടന്നു വന്നപ്പം ഇവിടെ ചായ കാപ്പിയൊക്കെ വിൽക്കുന്ന കുറേ ആൾക്കാർ, അതുപോലെ തന്നെ കേക്കൊക്കെ വിൽക്കുന്ന ആൾക്കാർ, ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാർ, പിന്നെ നമുക്ക് സാന്താക്ലോസിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, കാരണം ഞങ്ങൾ ഈ ഏരിയയിലേക്ക് വന്നില്ല. എനിക്കറിയാം ആക്ച്വലി ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമാണ് അവിടെ നിന്ന് എടുത്തത്. കാരണം നമ്മളവിടെ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് പോയത്. പക്ഷേ എല്ലായിടത്തും തന്നെ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിച്ചാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരുന്നതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒരു വ്ളോഗ് എടുക്കേണ്ട, കുറച്ച് വീഡിയോസ് മാത്രം എടുത്തിട്ട് പോരാന്ന് ഓർത്തത്. പക്ഷേ അടുത്ത വീഡിയോ വരുന്നുണ്ട്, ന്യൂ ഇയറിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.